അമ്മാനച്ചൻ കിഴക്കേ പറമ്പിൽ. ഞാൻ ഈയിടെ ഒരു കൃഷി തുടങ്ങണമെന്നും കണ്ട് ഇങ്ങനെ ആലോചിച്ച് വീട്ടിലിരുന്ന് കഴിഞ്ഞ ഒരു 10 ദിവസത്തിന് മുമ്പ് പിന്നെ പെൻഷൻ കിട്ടിയപ്പോൾ ഞാൻ എന്നോ എടുത്തെന്ന് ചോദിച്ചാൽ 5000 രൂപ മാറ്റി വെച്ച് ലോട്ടറി കൃഷി തുടങ്ങി. ഇതിപ്പം 4600 രൂപയുടെ ഉണ്ട്. ഈ കെട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുക. 4600 രൂപയുടെ ലോട്ടറി ഉണ്ട്. ഇത് ഇത്രയും ഒരു കെട്ട് ഞാനിപ്പം ഇവിടെ കെട്ടി വെച്ചിരിക്കുക. ബാക്കി എല്ലാം കൂടി ഇന്നെടുത്ത് നോക്കുക. അങ്ങനെ ലോട്ടറി കൃഷി തുടങ്ങിയതാണ്. പിന്നെ ഇതുവരെ ഒന്നും അടിച്ചില്ല. 8 ദിവസത്തോളമായി. ഇപ്പം ഇന്ന് 300 രൂപയുടെ ഉണ്ട്. അതിൻ്റെ ഞാൻ എടുത്തു. എന്നെ കുറച്ച് സ്വാമിമാരും പറ്റിച്ചു. എന്നോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ചോതി നക്ഷത്രമാണെങ്കിൽ റോസ് ഉടുപ്പിട്ടുകൊണ്ട് ഇന്ന് ചൊവ്വാഴ്ച ദിവസം എടുക്കാൻ പറഞ്ഞു. ഞാൻ 10,500 രൂപയുടെ റോസ് ഉടുപ്പിട്ടെടുത്തു. ഒന്നും അടിച്ചില്ല. പിന്നെ നോക്കിയപ്പം ഒരു തിരുമേനി പറഞ്ഞു, കുരുമുളക് പെരയുടെ 4 വഴിക്കും എറിഞ്ഞിട്ട് ഒരു ഞുള്ളെടുത്ത് ഒരു കർപ്പൂരം വെച്ച് കത്തിച്ച് നോക്കുക, അധികം വരുന്ന അത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണമെന്ന് പറഞ്ഞു. ഞാനിവിടെ ഇരുന്ന് 10-200 ഗ്രാം കുരുമുളക് ഉണ്ടാഞ്ഞു. വാരിക്കരക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും എല്ലാം ഞാൻ ചെയ്തു. അഥവാ 3 കുരുമുളക് അധികം വന്ന് കത്താതെ 1500 രൂപയുടെ ലോട്ടറി എടുത്തു. 3ാമത്തെ നമ്പർ വെച്ച് ഒന്നും അടിച്ചില്ല. എന്നോടിപ്പം പറഞ്ഞിരിക്കുക വെള്ള ഡ്രസ്സ് ഇടാൻ. ഞാനൊരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടു. റോസ് മേടിച്ചടിച്ചില്ല, അതവിടെ കിടക്കുക. 400 രൂപ ഉടുപ്പിൻ്റെയും പോയി. ഇപ്പം ഞാൻ വെള്ള ഡ്രസ്സ് ഇട്ട് ഇന്ന് ബാക്കി 320 രൂപ ഉണ്ടാകും. ഞാൻ അതിൻ്റെ ലോട്ടറി എടുത്തുകൊണ്ട് വെച്ചിട്ട് നോക്കുക. ഈ സ്വാമിമാർ പറയുന്ന ഒന്നും ശരിയല്ല. ഞാൻ എന്തോ ചെയ്യാൻ. ഒരു സ്വാമി എന്നോട് പറഞ്ഞു, ഇന്ന് വെള്ളയുടുപ്പ്, ഞാൻ ഇല്ലാത്തടത്ത് 450 രൂപ കൊടുത്ത് വെള്ളയുടുപ്പ് മേടിച്ചിട്ട് പോയി. ഇന്ന് 300. അപ്പോൾ 5000 രൂപ ഇന്ന് തീരും. കൃഷി നഷ്ടമാണ്. ആരെങ്കിലും സബ്സിഡി മുഖേന ഗവൺമെൻറ് വല്ല സബ്സിഡിയും തന്നായിരുന്നു വീണ്ടും കൃഷി തുടങ്ങാമായിരുന്നു. ഇല്ല, വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പൈസ തന്നാൽ ഞാൻ ഈ കൃഷി തുടങ്ങി ലാഭമുണ്ടെങ്കിൽ ലാഭവിഹിതവും നിങ്ങളുടെ മുതലും തിരിച്ച് തരുന്നതായിരിക്കും. കണ്ടോ ഇത് തന്നെ ഉണ്ട് 4600 രൂപയുടെ ലോട്ടറി. ഇത്രയും തന്നെ. അപ്പോൾ എൻ്റെ കൃഷി മുന്നോട്ട് പോകണമെങ്കിൽ ഇനി ആരെങ്കിലും പണം കടം തരുകയോ സബ്സിഡി വ്യവസ്ഥയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് തരുകയോ വല്ലതും ചെയ്താൽ എൻ്റെ കൃഷി മുന്നോട്ട് പോകത്തുള്ളൂ.